താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകരുടെ മുദ്രാവാക്യം. കാലടി സർവകലാശാലയിൽ SFI പ്രതിഷേധം നടത്തി. കാലടി സർവകലാശാലയിൽ ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകരുടെ മുദ്രാവാക്യം. SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തി. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പസിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ശങ്കരജയന്തി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സർവകലാശാലയിൽ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർവകലാശാലയുടെ ചാൻസലറും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗവർണറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണയായിട്ട് നമുക്കറിയാം ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് പ്രത്യേകം പ്രോട്ടോക്കോൾ ഉണ്ടാകും. ഇത്തരത്തിൽ പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാല, അതായത് ഗവർണറുടെ പ്രോട്ടോക്കോൾ ഇന്നതാണ്. അപ്പോൾ ഇതൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിൽ സർവകലാശാല ഇറക്കിയിട്ടുള്ളൊരു സർക്കുലറിനെയാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് ഈ പരിപാടിയെ ആസൂത്രിതമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഇന്ന് രാവിലെ വ്യാകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു HOD വിദ്യാർത്ഥികൾക്ക് പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമായിട്ടുള്ള നിൽക്കുന്ന ഒരു അധ്യാപികയാണ് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് അയച്ച സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ആസൂത്രിതമാണ്. വളരെ ആസൂത്രിതമായിട്ട് ഈ പരിപാടി ഏത് വിധേനയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. ഗവർണർ ആവുന്ന സമയത്ത് ഗവർണർക്ക് നിരവധിയായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ എന്താണ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ സർവകലാശാലയ്ക്കും ചില എറ്റിക്വറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് ചില ശീലങ്ങളുണ്ടാവും. അപ്പോൾ ഇത് പാലിക്കണം എന്നുള്ള രീതിയിൽ വളരെ നോർമലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. യദുകൃഷ്ണൻ എന്നാണ് പേര്. ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇല്ല, നിലവിൽ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ചുമതലയാണ്. ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് സർവകലാശാലയിൽ SFI കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സർക്കുലർ ഇറക്കിയത് ഗവർണർ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ പ്രതിഷേധം നടന്നത് ഗവർണർക്കെതിരെയാണ്, അല്ലെങ്കിൽ ഗവർണറിനെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോടും അല്ലെങ്കിൽ സ്വയം രാജാവാണെന്ന് ധരിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചെയ്തിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ 1% പോലും ഈ നാട്ടിലുള്ള മറ്റാരും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ വളരെ മര്യാദയോടുകൂടി, വളരെ കുലീനതയോടുകൂടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അനധ്യാപകരോടും ആ ഡൈസിലിരുന്ന എല്ലാവരോടും പെരുമാറിയത്, മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്. അപ്പോൾ അദ്ദേഹം അറിയാത്ത ഒരു സർക്കുലറിൻ്റെ പേരിൽ, സർവകലാശാല ഇറക്കിയ ഒരു സർക്കുലറിൻ്റെ പേരിൽ അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുകയാണ്. ആ സർക്കുലറിൽ ഇവർ ആരോപിക്കുന്ന പ്രശ്നം ഗവർണർ വരുമ്പോഴും ഗവർണർ പോകുമ്പോഴും എണീറ്റ് നിൽക്കണം, അതുപോലെ അതിൽ
പ്രോട്ടോകോൾ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പം ഒരു ഗവർണർ വരുമ്പോൾ ഉള്ള പ്രോട്ടോകോൾ എന്തൊക്കെയാണെന്ന് ആദ്യം SFI പഠിക്കണം. അതിനുശേഷം ഒരു മുതിർന്ന ആൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചാൻസലറിൻ്റെ പവർ എന്താണ്, അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തെ ആദരിക്കാനുള്ള മനസ്സ് അത് കാണിക്കണം. അതിപ്പോൾ ചാൻസലർ വന്നാലും മുഖ്യമന്ത്രി വന്നാലും ആര് വന്നാലും സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുള്ള ഒരു സർവകലാശാലയിലേക്ക് ഒരു പരിപാടി നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന അതിഥിയാണ്. നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന അതിഥി അദ്ദേഹം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എണീറ്റ് നിൽക്കണം എന്ന് സർവകലാശാല സർക്കുലറായിട്ട് ഇറക്കേണ്ടിയിരുന്നില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. പക്ഷേ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കേണ്ട എന്താവശ്യമാണുള്ളത്?